കുട്ടികൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ പനിയോ മറ്റോ വന്നു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടാൻ ഒരുപാട് താമസം കാണിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഇതൊക്കെ ആയിരിക്കാം. ഒന്ന്, ബാഡ് ഓറൽ ഹൈജീൻ. വായയുടെ ഹൈജീൻ നിങ്ങൾ കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്യുന്നില്ല. പല്ലിന്റെ കേടുകൾ, മോണയുടെ കേടുകൾ, വായ സംബന്ധിച്ചുള്ള രോഗങ്ങൾ, ഇതിനൊക്കെ നിങ്ങൾ തക്കതായ സമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കൽ വളരെ നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം ഇത് കോമൺ ട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ മൂക്കിലോട്ടും തൊണ്ടയിലോട്ടും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനും അതുമൂലം ഫീവറും മറ്റും നീണ്ടു നിൽക്കാനും സാധ്യതകളുണ്ട്. രണ്ടാമത്തെ കാര്യം, ഭക്ഷണശീലങ്ങൾ. തീരെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്ന ഭക്ഷണങ്ങൾ കുട്ടി കഴിക്കുന്നില്ല. പുളിപ്പുള്ള ഭക്ഷണങ്ങൾ, പുളിപ്പുള്ള ഫ്രൂട്ട്സുകൾ, സിട്രിക് ഫ്രൂട്ട്സ്, കളർ മാറിയിട്ടുള്ള ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് ബേസിക്കലി ഇമ്മ്യൂണിറ്റി വളർത്തുന്ന നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ്. എന്നാൽ അലർജി ഉള്ളവർ മാത്രം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഓവർ കഴിക്കാതെ നിങ്ങളുടെ അലർജി അനുബന്ധിച്ചിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഫ്രൂട്ട്സ് ഏതാണെന്ന് കണ്ടുപിടിക്കൽ ഡോക്ടറോട് സംബന്ധിച്ച് തന്നെ ചോദിക്കൽ നിർബന്ധമാണ്. മൂന്നാമത്തേത്, നിങ്ങളുടെ മക്കൾക്ക് സ്ഥിരമായി കൃമി വരുന്നുണ്ടെങ്കിൽ ഏതൊരു ഭക്ഷണം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു പ്രോസസ്സും അതിന്റെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പവർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ന്യൂട്രിയൻസ് ബേസ് ചെയ്തിട്ടാണ്. ബേസിക്കലി നമ്മുടെ ഭക്ഷണങ്ങളാണ് നമുക്ക് ബോഡിക്കുള്ള ഒരേ ഒരു ഫ്യൂവൽ. എന്നാൽ ഇതിന്റെ അബ്സോർപ്ഷൻ ഓൾട്ടർ ചെയ്യാനും റിക്കറന്റ് ഇൻഫെക്ഷൻസ് വരാനും വര ഒരു കോമൺ റീസൺ ആയി പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചില കേസുകളിൽ ഈ വര മാറ്റാൻ തന്നെ നമുക്ക് അതുവരെ കൊടുത്ത അതേ മരുന്നിൽ തന്നെ ഒരുപാട് റിസൾട്ട് വരുന്നതായിട്ടും ക്ലിനിക്കിൽ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ വരയ്ക്കുള്ള ട്രീറ്റ്മെന്റും നിങ്ങൾ റെഗുലറായിട്ട് ചെയ്തു വരണം.